ഹലോ, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. അതിനുവേണ്ടി 1 കിലോ ബീഫ് കഴുകി വൃത്തിയായി മാറ്റിവെച്ചത്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, രംഭയില, മല്ലിയില. തക്കാളി, പച്ചമുളക്, സവാള ഇവ ചെറുതായി നീളത്തിൽ അരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്. ആവശ്യമായ പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അല്പം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ബീഫ് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അല്പം കടുക് ചേർത്ത് നന്നായി പൊട്ടിക്കുക. കടുക് പൊട്ടിയതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കുക. വീണ്ടും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എന്നിവ ചേർക്കുക. അതിലേക്ക് വീണ്ടും സവാള ചേർക്കുക. നന്നായി വഴറ്റുക. നന്നായി വഴറ്റി കിട്ടുന്നതിലേക്ക് ശകലം ഉപ്പ് ചേർക്കുക. നല്ലവണ്ണം വീണ്ടും വഴറ്റുക. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. വീണ്ടും നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കണം. മല്ലിപ്പൊടി, മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച്, ഗരം മസാല എന്നിവ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫ് ചേർക്കുക. അല്പം ഉപ്പ് കൂടെ ചേർക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. വറ്റി വരുന്ന ബീഫ് കറിയിലേക്ക് അല്പം കറിവേപ്പില, പുതിനയില, അല്പം കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. വീണ്ടും സ്വാദിഷ്ടമായ ബീഫ് കറി റെഡി. എൻ്റെ മകളാണ് കേട്ടോ ബീഫ് കറിയും മരിച്ചിയും ടേസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.